യേശുവേ, സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രാജാതിരാജവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, കർത്താവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഏകനായിരുന്നു മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു, നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു, അങ്ങ് സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിപ്പ സർവ്വകൃപാലുമായിരിക്കുന്ന ദൈവം അടിയുടെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹബന്ധനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കഴിവ്, നമ്മുടെ മിടുക്കൊന്നുമല്ല. ഹല്ലേലൂയ. ദൈവം തമ്പുരാന്റെ കൃപ, ദൈവത്തിന്റെ വിശ്വസ്തത. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിപാലനം. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുനിമിഷം കരം പിടിച്ച് നടത്തിയ, വർഷത്തിന്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെയും കരം പിടിച്ച് നടത്തിയ എല്ലാ ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ആവശ്യങ്ങളൊന്നും മുടക്കാതെ വണ്ണം നാം നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞതിനേക്കാൾ ഉപരിയായി നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ ജയത്തോടെ നടത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ പൽക്കരവും സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തുവീഴുകയോ ചെയ്യുമെന്ന് വച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവന് ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവനൊരു ദേവനെന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയ ദൈവമക്കളെ, അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സും മാറി. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ചില അനർത്ഥങ്ങളും ചില പ്രതികൂലങ്ങളും ചില പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞ വർഷത്തിന്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ കടന്നു വന്ന് കാണും. നമ്മുടെ ജീവനെ തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നിയ സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വന്ന് കാണാം. അനവധി പ്രതികൂലം കൊണ്ട് നടുവിക്കൂടി കടന്നുപോയി കാണും. ഓരോ പ്രതിസന്ധിക്കകത്തും എന്തെങ്കിലുമൊക്കെ ഇവർക്ക് സംഭവിക്കും, ഇനി ഇവരെ എഴുന്നേറ്റ് വരികയില്ല എന്ന് ചിന്തിച്ച് നമ്മുടെ ചുറ്റുപാടും ഒത്തിരി പേർ നിന്ന് നോക്കിയ സാഹചര്യങ്ങൾ കാണാം. പക്ഷേ അതിന്റെ മധ്യത്തിലൊക്കെയും ഈ പ്രഭാതത്തിൽ വിളിച്ചു പറയട്ടെ, നമുക്ക് ഒന്നും ഭവിച്ചില്ല എന്ന് കണ്ട് ചിലരുടെ മനസ്സ് മാറും. ഹല്ലേലൂയ. ചിലരുടെ മനസ്സ് മാറുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം ആരാണെന്ന് ദൈവത്തിന് തെളിയിക്കുവാനുള്ള സമയമത്രേ. നോക്കാമെങ്കിൽ നമുക്ക് ഈ വർഷത്തിന്റെ അവസാനം പറയാൻ കാണും, ഒത്തിരി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അനർത്ഥങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നു എന്നൊക്കെ നമുക്ക് പറയാൻ കാണും. പക്ഷേ അതിനകത്തൊരു കേടും പറ്റാതെ വണ്ണം, അതിനകത്തൊന്നും ഭവിക്കാതെ വണ്ണം നമ്മെ തന്നെ ഉള്ളം കരത്തിൽ വരച്ച കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവിനെ നാം ആരാണെന്ന് തെളിയിക്കുവാനായിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഉറപ്പോടും ധൈര്യത്തോടും ഇരിക്കുക. ചിലരുടെ മനസ്സ് മാറും. നാം ആരാണെന്ന് ദൈവം അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഈ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു ആഗ്രഹമായിരുന്നു സ്തോത്രം, റോമിൽ കടന്നുപോയി ദൈവവചനത്തെ കൂട്ടി സംസാരിക്കുക, പറയുക എന്നത്. എന്നാൽ 23-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യഹോവയെ രാത്രി കർത്താവ് തന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്: ധൈര്യമായിരിക്കാം, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ തന്നെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ് തന്നെ ഒരു അരുളപ്പാട് കൊടുത്ത് തന്നെ ഉറപ്പിക്കുന്ന ഒരു അനുഭവത്തെ നമുക്ക് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു സ്തോത്രം പൗലോസിന്റെ ആഗ്രഹത്തെ ദൈവത്തിന്റെ അരുളപ്പാടായി, ദൈവത്തിന്റെ സ്തോത്ര ശബ്ദമായി മാറുവാനായിട്ട് ഇടയായി തീർന്നു കഴിഞ്ഞപ്പോൾ പൗലോസിന്റെ ജീവിതത്തിനകത്ത് ഒത്തിരി പ്രതികൂലങ്ങൾ താൻ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒത്തിരി അനർത്ഥങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെ അതിനുശേഷം കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ ആഗ്രഹവുമായി നാം നടക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്നും വരത്തില്ലായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ.
എന്നാൽ അത് ദൈവശബ്ദമായി മാറുമ്പോൾ, അത് ദൈവത്തിന്റെ ആലോചനയായി മാറുമ്പോൾ, അത് ദൈവത്തിന്റെ അരുളപ്പാടായിട്ട് മാറുവാനായിട്ട് ഇടയായി തീരുമ്പോൾ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒന്നിനു പിറകെ ഒന്നായി കടന്നു വരുവാനായിട്ട് ഇടയായി തീരും. കാരണം ശത്രുമണ്ഡലത്തിന് അറിയാം നമ്മുടെ ആഗ്രഹവുമായിട്ട് നടന്ന ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ അത് ചെയ്തു തരുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിൻ്റെതായി മാറിക്കഴിയുമ്പോൾ ചിലതൊക്കെ സംഭവിക്കും, ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിടുതലായിട്ട് വന്നു ഭവിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുമെന്നറിയുമോ, പലവിധ അതിലേക്ക് കടക്കാതിരിക്കേണ്ടതിനായിട്ട് പ്രതിസന്ധികൾ കടന്നു വരും. പക്ഷെ ആ ഒരു പ്രതിസന്ധിക്കകത്തും തകർന്നു പോകാൻ അനുവദിച്ചു കൊടുക്കാതെ ദൈവത്തിന്റെ അരുളപ്പാടിനെ നിവർത്തിച്ചു തരുന്ന ഒരു സർവശക്തനായ ദൈവമത്രേ നമ്മോട് കൂടെ ഉള്ളത്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, യഹോവയ ദൈവം അരുളി ചെയ്തു, അതങ്ങനെ തന്നെ സംഭവിക്കും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളൊന്നും വൃതമായി തീരുവാൻ ദൈവം അനുവദിക്കത്തില്ല. 2025 ആരംഭത്തിൽ കേട്ട ചില വാഗ്ദത്തങ്ങൾ കാണുമായിരിക്കാം, ചില അരുളപ്പാടുകൾ ഇനിയും ശേഷിച്ചിരിക്കുമ്പോ പ്രിയ ദൈവമക്കളെ സാഹചര്യങ്ങൾ കാണത്തില്ലായിരിക്കും. ഒന്നോർത്ത് നെടുവീർപ്പിടണ്ട. നമ്മോട് പറഞ്ഞ ദൈവിക അരുളപ്പാടുകളെ നിറവേറ്റി തന്ന് നമ്മെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഒരു പ്രതികൂലത്തിനും ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു, പൗലോസിന്റെ ജീവിതത്തിനകത്ത് ഒത്തിരി പ്രതിസന്ധികൾ കടന്നു വന്ന് തന്നെ കൊന്നുകളയുവാനായിട്ടുള്ള ഗൂഢാലോചന നടത്തുന്ന ഒരു അനുഭവത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു ശപഥത്തോടു കൂടി പലരും 40 പേർ തനിക്കെതിരായിട്ട് കടന്നു വരുന്ന അവർ കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ ശപഥം ചെയ്തവർ 40-ലധികം പേർ ഉണ്ടായിരുന്നു തന്റെ ജീവനെ എടുത്തു കളയേണ്ടതിന്. കാരണം അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, പൗലോസിനെ കൊന്നു കളയുവോളോ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്യുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. അതിനുശേഷം വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, പൗലോസിനെ കൈസരുടെ അടുക്കിലേക്ക് കൊണ്ടുപോയി പലയിടത്തും മാറി മാറി വിസ്തരിക്കുവാനും തന്നെ നിർത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഫെലിസ്തീന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി തന്റെ അന്യായത്തെയൊക്കെ ബോധിപ്പിച്ച് തന്നെ കുറ്റക്കാരനാക്കി തീർക്കേണ്ടതിനായിട്ട് അവിടെ കൊണ്ട് എത്തിക്കുന്ന ഒരു അനുഭവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 25-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, വഴിയിൽ വച്ച് അവനെ ഒടുക്കിക്കളയുവാൻ അവർ ഒരു പതിയിരിപ്പിനെ നിർത്തി. അപ്പൊ പലയിടങ്ങളിലാക്കി ഇവനെ നശിപ്പിച്ചു കളയുവാൻ, ഇവനെ കൊന്നു കളയുവാനായിട്ട് ഇവനെതിരെ ഗൂഢാലോചനകൾ നടത്തുകയും പതിയിരിപ്പുകളൊക്കെ നടത്തിയ ഒരു അനുഭവം പൗലൂസിന്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ അതിന്റെ സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 27-ാം അധ്യായത്തിലേക്ക് എത്തിയപ്പോൾ അവർ റോമിൽ കപ്പലിൽ യാത്ര ചെയ്യുവാനായിട്ട് തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ആ 27-ാം അധ്യായത്തിൽ 14-ാം വാക്യം മുതൽ നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അവരുടെ ജീവിതത്തിൽ സമുദ്രത്തിൽ ഒരു കൊടുങ്കാറ്റ് അടിക്കുന്നു. അവരുടെ യാത്രയ്ക്ക് പ്രതികൂലമായിട്ട് അവിടെ ഒരു കാറ്റ് അടിക്കുന്നു. അവിടെ കാണുന്നു, കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. അവർ യാത്ര തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ അവർക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയാതെ അവരുടെ ജീവിതത്തിന് എതിരായിട്ട് എന്ത് ചെയ്യുന്നു, അതിന് വിരോധമായിട്ട് ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നു. അത് കപ്പലിനെ എന്ത് ചെയ്യുന്നു, കപ്പൽ കാറ്റിന്റെ നേരെ നിൽക്കുവാൻ കഴിയാതെ അത് എന്ത് ചെയ്യുന്നു, അവരെ ഞങ്ങൾ കൈവിട്ടു അങ്ങനെ പാറിപ്പോകുവാനായിട്ട് ഇടയത്തുന്നു. എന്ത് സംഭവിക്കും എന്നറിയാൻ കഴിയാതെ ആ ഒരു പ്രയാസഘട്ടത്തിൽ കൂടെ അവർ കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിലൊക്കെ നോക്കുമ്പോൾ 14 ദിവസം അവർക്ക് എന്ത് ചെയ്യുന്നു, കാറ്റോ കടലോ സൂര്യനെ ചന്ദ്രനെ ഒന്നും കാണാൻ കഴിയുന്നില്ല. അവർ രക്ഷപ്പെടും എന്നുള്ള എന്ത് ചെയ്യുന്നു, ആശ വരെ അറ്റുപോകുന്ന ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിനകത്ത് ഉണ്ടായി എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ആ രാത്രിയിലും എന്ത് ചെയ്യുന്നു, പൗലൂസിന്റെ അടുക്കൽ കർത്താവിന്റെ ദൂതൻ ഇറങ്ങിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ത് ചെയ്യുന്നു, നിങ്ങൾക്കൊന്നും ഭവിക്കയില്ല എന്ന് പറഞ്ഞ് തന്നെ ഉറപ്പിക്കുന്ന, തന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. പൗലൂസ് എഴുന്നേറ്റ് കൂടെയുള്ളവരെ ധൈര്യപ്പെടുത്തുകയാണ്. എന്താണ് പറയുന്നത്, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പേ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങൾ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. പ്രിയ ദൈവമക്കളെ, പ്രഭാതത്തിൽ പറയട്ടെ, ഈ വർഷത്തിന്റെ ആരംഭം മുതൽ ഇതുവരെ നോക്കാമെങ്കിൽ ഒത്തിരി കൊടുങ്കാറ്റുകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു. പക്ഷേ നമുക്കും
നമുക്കുള്ളതിനെ പ്രാണന് ഹാനി വരാതെ കൊണ്ട് കാത്ത ഒരു ഉടയവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? സ്തോത്രം. ആ ദൈവത്തെ ഒന്ന് പൽക്കാലം സ്തുതിച്ചു തുടങ്ങിയ സ്തോത്ര. ഹല്ലേലൂയ. അതേ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാനായിട്ട് നാം തയ്യാറാക്കുക. സ്തോത്ര. നമ്മുടെ പ്രാണന് ഹാനി വരാതോണം, നമ്മുടെ പ്രാണന് വിരോധമായി കടന്നു വന്ന സകല പ്രശ്നത്തിനകത്തുനിന്ന് കർത്താവിന്റെ ഉള്ളംകരത്തിൽ നമ്മെ വഹിച്ച് നമ്മെ പ്രാണന് ഹാനി വരാതോണം, നമ്മുടെ കൂടെ ഉള്ളവർക്ക് പ്രാണന് ഹാനി വരാതോണം നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. അതിനെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുവാൻ കടപ്പെട്ടവരത്രേ. അതിനെ ഓർത്ത് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ബാധ്യസ്ഥരാണ്. ഹല്ലേലൂയ. സ്തോത്ര. അവിടെ പറയുന്നുണ്ട്, നിന്റെ പ്രാണനെ ഹാനി വരികയല്ല, എന്റെ ഉടയവന് ഞാൻ സേവിച്ചു വരുന്നതിനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ വടുക്ക് വന്ന് പൗലുസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു, നിന്നോട് യാത്ര ചെയ്തതിലൊക്കെ ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പൗലുസിനെ വീണ്ടും എന്ത് ചെയ്യുന്നു? തന്നെ ഉറപ്പിക്കുന്നു, തന്നെ ധൈര്യപ്പെടുത്തുന്നു, തന്നെ ബലപ്പെടുത്തുന്ന ഒരു അനുഭവം താൻ കേട്ട് കഴിഞ്ഞപ്പോ താൻ കൂടെ ഉള്ളവരോട് കൂടെ പറഞ്ഞ് തന്നെ ധൈര്യപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ക്ഷീണിച്ചു പോകുകയല്ല. സ്തോത്രം. ആശയറ്റ് പോകുമ്പോഴും കേട്ട ദൈവ ശബ്ദത്തിന്റെ മുമ്പാകെ തന്നോട് അരുളി ചെയ്തതായ ദൈവം തന്നെ അവിടെ എത്തിക്കുവാൻ വിശ്വസ്തനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് താൻ ഉറപ്പോട് ധൈര്യത്തോട് നിന്നുകൊണ്ട് കൂടെ ഉള്ളവരെ ഉറപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവ പൈതലെ, നീ പ്രശ്നങ്ങളുടെ നടുവിൽ കടന്നു പോകുന്നുണ്ടായിരിക്കാം. പക്ഷേ അതിനകത്ത് നീ തളർന്നു പോകാതെ കേട്ട ദൈവ ശബ്ദത്തിന്റെ മുമ്പേ നീ പലരെയും ഉറപ്പിക്കുവാനായിട്ടിടയായി തീർന്ന ആ കപ്പലിനകത്ത് എല്ലാവരും ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരാണ്. പക്ഷേ പൗലോസിന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, മാനുഷികമായ ഒരു ബന്ധനം തന്റെ മുമ്പിൽ കിടക്കുന്നുവെങ്കിൽ അവൾ ക്രിസ്തുവിനാൽ സ്വാതന്ത്ര്യം അനുഭവിച്ചവനത്രേ. ആ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തി കളയുവാൻ ആ അനുഭവിച്ചതായ ദൈവിക വിടുതന്നെ കണ്ടുമുട്ടിയ തന്റെ മേൽ പകരപ്പെട്ട വെളിച്ചത്തെ നഷ്ടപ്പെടുത്തി കളയാതെ വേണം കാത്തു സൂക്ഷിച്ച പൗലോസ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തന്റെ കൂടെ ഉള്ളവരെ ധൈര്യപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, വർഷത്തിന്റെ ആരംഭം ഈ നിമിഷം വരെ നീ കടന്നു വന്നിരിക്കുമ്പോ അത് ഇനി വാഗ്ദത്തങ്ങൾ നടക്കത്തില്ല, ഇനി വിടുതലുകൾ നടക്കത്തില്ല എന്ന് മറ്റുള്ളവർ പറയുമ്പോഴും ഇതിനകത്ത് നാം തീർന്നു പോകുമെന്ന് പറയുമ്പോഴും ദൈവശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ച ദൈവ പൈതലെ, നിനക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമത്രേ നിന്റെ പടകിൽ കൂടെയുള്ളത്, നിന്റെ കരം പിടിച്ചിരിക്കുന്നത്. ആ സർവശക്തനായ ദൈവം നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാനായിട്ടിടയത്തിനും അതിനകത്ത് വരുന്ന ഒരു പ്രതികൂലത്തിനകത്തും നീ തകർന്നു പോകുവാ, നീ ഇല്ലായ്മയായി തീരുവാ, നീ നശിച്ചു പോകുവാനായിട്ട് ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പകൽക്കാലം ഭയങ്ങളൊക്കെ നാം പുറത്താക്കാം. ഭയപ്പെടേണ്ട, സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കും, ദൈവം നമ്മെ ശക്തീകരിക്കും, തന്റെ നീതിയുള്ള വലക്കര കൊണ്ട് താങ്ങും. പ്രിയ ദൈവമക്കളെ, നമ്മെ ഉള്ളം കരത്തിലാ ദൈവം വരച്ചിരിക്കുന്നത്. സ്തോത്ര. ആ ഉള്ളം കരത്തിൽ നിന്ന് ആർക്കും തന്നെ പറിച്ചുകൊണ്ട് പോകാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. സ്തോത്ര. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ അവിടെ ഇവിടേക്ക് ആഞ്ഞടിച്ചെന്നിരിക്കും, പക്ഷേ ഉള്ളം കരത്തിൽ നിന്നെ സൂക്ഷിച്ചിരിക്കും കാലം നീ ആ ദൈവത്തിന്റെ ഉള്ളക്കരത്തിൽ ഇരിക്കും ടൈം. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സ്തോത്രം നിന്നെ തൊടാൻ ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല. ഹല്ലേലൂയ. ആ കർത്താവിന്റെ രോഗങ്ങൾ കടന്നു വരാം, പ്രശ്നങ്ങൾ കടന്നു വരാം, ഭാരങ്ങൾ കടന്നു വരാം, പക്ഷേ നിന്റെ പ്രാണന് ഹാനി വരാതോണം കാക്കുന്ന ദൈവം, നിന്റെ കൂടെയുള്ളവർക്ക് ഒരു ദോഷവും വരാതോണം കാക്കുന്ന സർവശക്തനായ ദൈവം ഈ പ്രഭാതത്തിൽ നിന്നോട് വിളിച്ചു പറയുന്നു. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട, നീ ഉറപ്പും ധൈര്യത്തോടും ആയിരിക്കുക. നിന്നെ എത്തിക്കേണ്ടടുത്ത് സർവശക്തനായ ദൈവം നിന്നെ കൊണ്ട് എത്തിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അതിന് തുറന്ന ഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തന്റെ ജീവിതത്തിനകത്ത് സ്തോത്രം. ഹല്ലേലൂയ. 14 ദിവസം അവർ അവിടെ എത്തുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ 14 ദിവസം അവര് കാറ്റോ വെളിച്ചമൊന്നും കാണുന്നത്. 14 ദിവസം പൗലോസ് എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഇരിക്കാനല്ല, നമുക്കൊന്നും വരികയില്ല, നമ്മുടെ തലരോമം പോലും നഷ്ടമാകുകയില്ല. നിശ്ചയം അവിടെ തന്റെ കൂടെയുള്ളവരെ ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു ഉറപ്പിക്കുന്നു. ഹല്ലേലൂയ. പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളിൽ ഒരുത്തന്റെ തലയിൽ രോമം പോലും നഷ്ടമാക്കിയല്ല നിശ്ചയം. സ്തോത്രം.
പ്രിയതേ മക്കളെ, ഈ പ്രഭാതത്തിൽ നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. സ്തോത്രം. നമ്മുടെ തലേന്ന് രോമം തൊയണമെങ്കിൽ ദൈവം അറിയാതെ അത് സംഭവിക്കത്തില്ല. നമ്മുടെ സകലത്തിന്റെ ഉടമസ്ഥ സർവശക്തനായ ദൈവം അത്രേ. അങ്ങനെ ഈ പകൽക്കാലം നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ചില പ്രതികൂലങ്ങളെ എന്റെ സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്ന പകൽക്കാലം അത്രേ. ചില ഭയങ്ങൾ, ചില മരണ ഭയങ്ങൾ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ നിന്റെ മുമ്പിൽ നിന്ന് ഈ പകൽക്കാലം ദൈവം എടുത്തു മാറ്റുവാനായിട്ട് ഇടയായിത്തീരാ. നിന്റെ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി ഈ പകൽക്കാലം വെളിപ്പെടുക. നിന്റെ തലയിൽ നിന്ന് ഒരു രോമം തൊഴിഞ്ഞു നഷ്ടമാകുക ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഈ പകൽക്കാലം ദൈവത്തിന്റെ കരം വലിയ ഒരു സ്തോത്ര, ദൈവത്തിന്റെ വലിയൊരു സംരക്ഷണം, ദൈവത്തിന്റെ വലിയൊരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, നിങ്ങളുടെ തലമുടെ മേൽ പരിശുദ്ധാത്മാ ഈ പകൽക്കാലം പകരുകയാ. സ്തോത്രം. വർഷം തീരുന്നതിന് മുമ്പ് ചിലതൊക്കെ വന്ന് സംഭവിക്കും എന്ന് പറഞ്ഞ് തീർത്തുകളയാമെന്ന് ശത്രു പദ്ധതി ഇട്ടെടുത്ത് ഒരു കേടും പറ്റാതെ വണ്ണം സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കര നിങ്ങളുടെ മേ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. നിങ്ങൾ ചില വാഗ്ദത്തത്തിലേക്ക് കയറുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു അനുഭവത്തിൽ നിന്ന് അവർ 28-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ രക്ഷപ്പെട്ടു. ശേഷം ദ്വീപിന്റെ പേർ മെലിത്താമെന്ന് ഗ്രഹിച്ചു. അവിടെ എന്ത് ചെയ്തു? മെലിത്ത എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് അവർ എത്തുവാനായിട്ട്, പട്ടണത്തിലേക്ക് എത്തുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ഉള്ളവർ അവരോട് അസാധാരണമായ ദയ കാണിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ ദയ കഴിഞ്ഞ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവിടുത്തെ ശീതം മാറേണ്ടതിനായിട്ട് അവരെന്ത് ചെയ്തു? വിറക് പറക്കിയിട്ട് തീ കത്തിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തെ പൗലോസിന്റെ കരത്തിൽ ഒരു അണ്ണനെ എന്ത് ചെയ്യുന്നു? കൈക്ക് പറ്റി എന്ന് അവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ വായിച്ച ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു ആ ജന്തു അവന്റെ കൈമേ തൂങ്ങുന്ന ബർബരം കണ്ടു. ഈ മനുഷ്യനൊരു കൊലപാതകൻ, സംശയമില്ല. കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതിദേവി അവനെ ജീവിച്ചിരിക്കുവാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. പ്രിയതേ മക്കളെ, പലപ്പോഴും ജീവിതത്തിൽ കടന്നു വരുന്ന ചില വെല്ലുവിളികൾ ഇതാണ്. ചില പ്രശ്നങ്ങളും ചില പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോ ചെയ്യാത്ത കുറ്റത്തിനെ അപവാദങ്ങളും കുറ്റാരോപണമൊക്കെ കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷേ അവരല്പസമയം കഴിയുമ്പോൾ ദൈവം തന്റെ ജനത്തെ തെളിയിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇവിടെ യാതൊരുവിധ സ്തോത്രം ഇതും പറയുന്നുണ്ട് പൗലോസ്, ഇവനൊരു കൊലപാതകൻ തന്നെ. ഈ മനുഷ്യൻ, എല്ലാവരും അല്ല പറയുന്നത്, ഈ മനുഷ്യനൊരു കൊലപാതകൻ, സംശയമില്ല. പൗലോസിനെതിരെ വിരൽ ചൂണ്ടുന്ന ഒരു അനുഭവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നു. കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് പോലും നീതിദേവി അവനെ ജീവിച്ചിരിക്കുവാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആ മനുഷ്യൻ എന്ത് ചെയ്തു? അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ദോഷമൊന്നും പറ്റിയില്ല. പ്രിയതേ മക്കളെ, ചിലതൊക്കെ കയറി പറ്റും. അത് മുഖാന്തരമായിട്ട് പലരും നമ്മെ കുറ്റപ്പെടുത്തിയെന്നിരിക്കാം. പക്ഷെ നീ ദൈവത്തിന് വിശ്വസ്തനാണെങ്കിൽ ഒരു ദോഷവും പറ്റാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കൈകളിൽ കറയില്ലെങ്കിൽ, നിന്റെ കൈ കയറി പിടിക്കുന്ന ചിലതിനെ നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിനകത്തെ നീ നിസ്സാരം പോലെ കുടഞ്ഞു കളയും. ഹല്ലേലൂയ. ഒന്നിനും നിന്നോട് അധിക സമയം പറ്റിയിരിക്കാനായിട്ട് ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല. നീ കുടയുമ്പോൾ തന്നെ ചിലതൊക്കെ നിന്നെ വിട്ട് മാറും. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഈ പ്രഭാതത്തിൽ പലതും നിന്റെ കരത്തിൽ കയറി പിടിക്കുമ്പോ നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിനകത്തേക്ക് നീ ചിലതിനെ കുടഞ്ഞു കളഞ്ഞിട്ട് നീ ഫ്രീ ആകുവാൻ തയ്യാറാക്കുക. സ്തോത്രം. നിന്റെ മേൽ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിച്ചു കൊണ്ടിരിക്കും. ഒരു ദോഷവും പറ്റാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രിയ ദൈവമക്കളെ, ഒരു അനർത്ഥവും നിനക്ക് വരാതോണം കാക്കുന്ന ഒരു സർവശക്തനായ ദൈവമത്രേ നിന്റെ കൂടെയുള്ളത്. ഇവിടെ കാണുവാൻ സാധിക്കുന്നു അവർ ചിന്തിച്ച ഒരു അനുഭവം എന്താണ്? അവന് വീർക്കുകയോ പെട്ടെന്ന് വീണ് ചത്തുപോകോ എന്നൊക്കെ കാത്തു നിന്ന ഒരു കൂട്ടം പേരുണ്ട്. വളരെ നേരം അവർ കാത്തു നിൽക്കുവാനായിട്ട് ഇടയെത്തുന്നു. പക്ഷേ അവന് ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് അവരുടെ മനസ്സു മാറി. അതാ ഇന്ന് ഞാൻ പറയാൻ വന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് പൗലോസിന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലങ്ങൾ കടന്നു വന്നു. അവരെ കൊന്നുകളയുവാൻ ഗൂഢാലോചനകൾ നടത്തി, പതിയിരിപ്പുകാരെ നടത്തി, അവരെ സ്തോത്ര കപ്പൽ ഛേദത്തിൽ തകർത്ത് കളയുവാനായിട്ട് ഈശാനമൂലം കൊടുക്കാറ്റടിച്ചു. പക്ഷേ ഇത് സ്തോത്ര അണലി കയർ കൈക്ക് പിടിച്ചു, അതിനകത്ത് വീണു പോവും, ചത്തുപോകും എന്നൊക്കെ ചിന്തിച്ചു. എന്നാൽ ഒന്നും പറ്റാതെ വേണം. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഈ ലാസ്റ്റ് സമയത്തും അവര് പ്രതീക്ഷിച്ചു, പലരും നോക്കി നിന്നു, ഇപ്പോഴും ഇനി സംഭവിക്കും.
ഒന്നും പറ്റുന്നില്ല എന്ന് കണ്ടപ്പോ അവരുടെ മനസ്സ് മാറി. ഈ പ്രഭാതത്തിൽ ഞാൻ പറയുന്ന ഒരു കാര്യതേ ഉള്ളൂ. പല പ്രതികൂലങ്ങളും പല പ്രതിസന്ധികളും വർഷത്തിന്റെ ആരംഭം മുതൽ ഈ നിമിഷം ആയതുവരെ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാണ്. ഓരോന്ന് പൊങ്ങി വന്ന സാഹചര്യത്തിൽ ഇതിനകത്ത് തീരും, ഇതിനകത്ത് വീണു പോകും, ഇതിനകത്ത് എഴുന്നേൽക്കത്തില്ല എന്ന് കാണുവാനും, ഇതിന്റെ വീഴ്ച കാണുവാനും, നിന്റെ തകർച്ച കാണുവാനും, നിങ്ങളുടെ കുടുംബത്തിന്റെ പരാജയമൊക്കെ ഇപ്പോൾ സംഭവിക്കും, അത് കാണുവാൻ ആകാംക്ഷയോട് നോക്കി നിന്ന് ഒത്തിരി കണ്ണുകൾ നിന്റെ മുമ്പിൽ കാണുമായിരിക്കാം. പക്ഷെ പ്രിയതേ മക്കളെ, നിനക്കൊന്നും പറ്റിയില്ല എന്ന്, നിനക്കൊരു കേടും പറ്റാൻ ദൈവം അനുവദിച്ചില്ല എന്ന് കാണത്തക്ക രീതിയിൽ ദൈവം നിങ്ങളെ പുറത്തെടുക്കുവാനായിട്ട് ഇടയായിത്തീരും. അതെ, അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി. ചിലരുടെ മനസ്സ് മാറാൻ പോക്കിയ ഈ പകൽക്കാലം വിശ്വസിക്കാമോ? ഒത്തിരി നിന്നെ തകർത്തു കളയുവാൻ പദ്ധതികൾ ഇട്ടവർ കാണുമായിരിക്കാം. നിന്റെ ജീവനെതിരായി തന്നെ വെല്ലുവിളികൾ നടത്തിയവർ കാണുമായിരിക്കാം. പക്ഷേ അവരൊന്നും ഭവിച്ചില്ല. ഇത്രയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടും, ഇത്രയൊക്കെ പ്രതികൂലങ്ങൾ അയച്ചു വിട്ടിട്ടും നിനക്കൊന്നും ഭവിച്ചില്ലല്ലോ എന്ന് കണ്ടുകൊണ്ട് ചിലതിന്റെ മനസ്സ് മാറാൻ പോകയാ. മനസ്സ് മാറിയിട്ട് ഈ കാണുവാൻ നോക്കി നിൽക്കുന്നവർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, അവനൊരു ദേവൻ എന്ന് പറഞ്ഞു. നീ ആരാണെന്ന്, നിനക്ക് പലതും വന്ന് ഭവിക്കുമെന്ന് കാത്തു നിന്നവരുടെ കൊണ്ട് പറയിപ്പിക്കുന്ന ടൈം അത്രേ. പറഞ്ഞില്ലേ, ഈ 2025 ഒത്തിരി പ്രതികൂലങ്ങൾ കടന്നു വന്നു, ഒത്തിരി അനർത്ഥങ്ങൾ കടന്നു വന്നു. എന്തുകൊണ്ട് കർത്താവേ എന്ന് ചോദിച്ചില്ലേ? നീ ആരാണെന്ന് ഇനി ദൈവത്തിന് തെളിയിക്കാനുള്ള ടൈം അത്രേ. നിന്നെ വെറുതെ ദൈവം 2025 കടന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിന്നെ തെളിയിക്കും. നിനക്ക് വല്ലതും ഭവിക്കുമെന്ന് നോക്കി നിന്നവരുടെ കൊണ്ട് തന്നെ നീ ആരാണ്, നീ ഒരു ദൈവ പൈതലാണെന്ന് ദൈവം തെളിയിക്കും. ഹല്ലേലൂയ. ഈ പകൽക്കാലം അങ്ങനെ തന്നെ ഉറച്ചു വിശ്വസിക്കുക. അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവർ അവരെ ചേർത്ത് കൊള്ളുവാനായിട്ട് ഇടയായി തീർന്നു. അവര് പലയിടത്തും പോയി പൗലോസ് പ്രാർത്ഥിച്ചോ സൗഖ്യമാക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവരവിടെ നിന്ന് കയറി പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവർ അവരെ മാനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു കൊലപാതകൻ എന്ന് പറഞ്ഞ് മുദ്ര കുത്തിയവരെ അവർ മാനിക്കുവാനായിട്ടിടയായിരുന്നു. ചില അപവാദങ്ങൾ ഈ വർഷങ്ങൾ തീരുന്നതിന് മുമ്പേ ചില മാന്യതയ്ക്ക് ചിലർ മാനിക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കുമെന്ന് പറഞ്ഞ ഈ പ്രഭാതത്തിൽ എത്ര പേർക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയും? പ്രിയ ദൈവത്തിലെ ദൈവം നിന്നെ മാനിക്കും. ചില അപവാദങ്ങൾ കേട്ട് കാണുമായിരിക്കാം, ചില വേദനിക്കുന്ന വാക്കുകൾ നീ കേട്ട് കാണുമായിരിക്കാം. പക്ഷേ നിന്നെ മാനിപ്പിച്ചുയർത്തുന്നൊരു ദൈവമുണ്ട് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരും ഏറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു. ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളതൊക്കെ കയറ്റി തന്നു. ഈ ഒരു വർഷത്തിൽ നഷ്ടപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ കാണുമായിരിക്കാം. വർഷം തീരുന്നതിന് മുമ്പേ നിന്റെ ജീവിതത്തിൽ ദൈവം ചിലത് മടക്കി തന്ന് ദൈവം നിന്നെ മാനിക്കുവാനായിട്ട് ഇടയത്തരും. ചിന്തിക്കും ചിലപ്പോ, അയ്യോ ഇനി ടൈമില്ല, ഇനി ചുരുക്കം ദിവസം മാത്രമേ ഉള്ളൂ, ഒരു 8 ദിവസം മാത്രമേ ഉള്ളൂ, ഈ വചനം എങ്ങനെ എന്റെ ജീവിതത്തിൽ നിറവേറും? നിന്റെ അവസ്ഥയെ മാറ്റുക. ദൈവത്തിന് ഒത്തിരി ടൈമൊന്നും വേണ്ട. ദൈവത്തിന് നിന്നെ മാനിക്കുവാൻ, ദൈവത്തിന് നിന്നെ ആദരിക്കുവാനായിട്ട് എന്റെ ദൈവത്തിന് ഒത്തിരി ടൈമൊന്നും വേണ്ട. നിന്റെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരം നിന്റെ കുടുംബത്തെ ദൈവം മാനിക്കുവാനായിട്ട് ഇടയത്തിരും. നിന്റെ തലമുറകളെ ദൈവം മാനിക്കുവാനായിട്ട് ഇടയത്തിരും. അതേ സ്തോത്ര കൊലപാതകൻ എന്ന് പറഞ്ഞ് മുദ്ര കുത്തിയവരെ കൊണ്ട് തന്നെ ഇവനൊരു ദേവൻ എന്ന് പറയിപ്പിക്കുവാനായിട്ട് ഇടയത്തിരുന്നു. അവരെ കൊണ്ട് തന്നെ ദൈവം മാനിക്കുവാനായിട്ട് ഇടയത്തിരുന്നു. അവർക്ക് ആവശ്യമായതൊക്കെയും എന്ത് ചെയ്യുന്നു? സ്തോത്രം, അവർക്ക് കയറ്റി കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ എന്ത് ചെയ്യുന്നു? അതിനുശേഷം 16-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ റോമിലെത്തി എന്ന് കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, പലതും സംഭവിക്കും, പലതും കടന്നു വരും എന്നൊക്കെ പ്രതീക്ഷിച്ച് പല പ്രയാസങ്ങൾ നിന്റെ മുമ്പിൽ കടന്നു വന്ന് കാണും. പക്ഷെ ഒന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് ചിലരുടെ മനസ്സും മാറും. നീ ആരാണെന്ന് ദൈവം അവരെ കൊണ്ട് പറയിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആപത്തൊന്നും വരാതൊന്ന് കാത്തതായ ദൈവത്തെ ഈ പ്രഭാതത്തിൽ സ്തുതിച്ചു തുടങ്ങുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. എന്റെ ദൈവം സർവശക്തനായ ദൈവമത്രേ. ആ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. അവൻ
ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് അവരുടെ മനസ്സ് മാറി. ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ചിലരുടെ മനസ്സ് മാറും. ചില ആപത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരുന്നപ്പം, ചില പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടും ഒന്നും വരാതെ മാറിയത് മുഖാന്തരമായിട്ട് ചിലരുടെ മനസ്സ് മാറും. ദൈവം നിങ്ങളെ മാനിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രവിക്കുന്ന നമ്മുടെ ജനത്തെ ദൈവകരങ്ങൾ തന്നു. വർഷത്തിന്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ നോക്കാമെങ്കിൽ പലവിധ ആപത്തും അനർത്ഥങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു കാണും. പക്ഷേ ഇതിനകത്ത് ഒരു കേടും പറ്റാത്തവണ, പ്രാണന് ഹാനി വരുത്താത്തവണ, തലേന്ന് ഒരു ഓമം തൊഴിഞ്ഞു പോകാൻ അനുവദിക്കാത്തവണ കാത്ത ദൈവം ഇവർക്കൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് ഇവരെ കുറ്റം ചുമത്തിയവർ, ഇവരെ അപായപ്പെടുത്തുവാൻ നോക്കിയവർ, ഇവരെ നശിപ്പിച്ചു കളയുവാൻ പദ്ധതിയിട്ടവർ, കർത്താവേ, ഇവരുടെ മനസ്സുകൾ മാറട്ടെ, അവരുടെ മനസ്സുകൾ മാറട്ടെ. ഇവർ ആരാണെന്ന് അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് ഇവരെ മാനിപ്പിച്ച് ഇവരെ എത്തിക്കേണ്ടടുത്ത് ഈ 2025 ദൈവത്തെ അവരിവരെ എത്തിക്കുന്ന കൃപയ്ക്കായി സ്തോത്ര കർത്താവേ. അപ്പാ, ഇവർ ഉയർന്ന് നടന്നത് മതി കർത്താവേ, ഇവര് ചുറ്റിക്കറങ്ങിയത് മതി കർത്താവേ. ഇവരുടെ ജീവിതത്തിൽ എത്തേണ്ട മേഖലയിലേക്ക് പരിശുദ്ധാത്മാവിനെ കരം പിടിച്ചു കയറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ചെയ്യുന്ന അത്ഭുതത്തിനായി സ്തോത്രം. തന്റെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ചലിക്കണം. ലൈവിലായിരിക്കുന്ന ഓരോരുത്തരുടെ വിഷയത്തിനകത്ത് ഈ പ്രഭാതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണം. ഈ ദിവസം ഇവരുടെ ജീവിതത്തിനകത്ത് ചില മാന്യതകൾ വെളിപ്പെടട്ടെ. ചിലയിടത്ത് ഇവർ എത്തിച്ചേരുന്ന ടൈമായി തീരട്ടെ കർത്താവേ. ഇവരുടെ പേരുകളെ മാറ്റുന്ന പകൽക്കാലമായി തീരട്ടെ. അവിടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. സകലമാനവും മഹത്വവും പുകഴ്ചയും അങ്ങേക്കായി തരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേ, ആമേ, ആമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.